Mesmerizing wedding collection. Tejaswini by Chungat Jewelry. Beautiful. മനസ്സിലുള്ളത് മെട്രോയിലുണ്ട്. ഇപ്പോൾ 50,000 സ്ക്വയർ ഫീറ്റിൽ മെട്രോ വെഡിംഗ് പ്ലാസ അങ്കമാലി. ഇടശ്ശേരി ജ്വല്ലറി കാലടി. ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ ലൈറ്റ് വെയ്റ്റ് 916 സ്വർണ്ണാഭരണങ്ങൾ ലഭിക്കുന്ന കാലടിയിലെ ജനപ്രിയ ജ്വല്ലറി ഇടശ്ശേരി ജ്വല്ലറി കാലടി. CPI പാർട്ടി കോൺഗ്രസിന് മുന്നോടിയായി അങ്കമാലി ലോക്കൽ സമ്മേളനം നടന്നു. ലോക്കൽ സമ്മേളനത്തോടനുബന്ധിച്ച് തൊഴിലാളി സംഗമവും സംഘടിപ്പിച്ചു. CPI അങ്കമാലി ലോക്കൽ സമ്മേളനത്തോടനുബന്ധിച്ച് നടന്ന തൊഴിലാളി സംഗമം റാലിയോടെ ആരംഭിച്ചു. ടൗൺ ചുറ്റി നടന്ന റാലി പഴയ നഗരസഭാ കാര്യാലയത്തിന് സമീപം സമാപിച്ചു. തുടർന്ന് നടന്ന തൊഴിലാളി സംഗമം മുൻ മന്ത്രിയും AITUC സംസ്ഥാന ജനറൽ സെക്രട്ടറിയുമായ KP രാജേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. കോൺഗ്രസ് പാർട്ടിയുടെ ഏതെങ്കിലും ഒരു സംഘടനയുടെ സമ്മേളനങ്ങൾ ഈ രീതിയിൽ നടന്നതായി നമുക്കറിയാം. നമ്മൾ ആരെങ്കിലും അറിഞ്ഞിട്ടുണ്ടോ? ഇപ്പൊ കോൺഗ്രസ് ഒരു സമ്മേളനം നടത്തി. ഗുജറാത്തിൽ സബർമതിയുടെ തീരത്ത് 2-3 ദിവസം നടത്തി. അതിന് വലിയ പ്രാധാന്യം പത്രമാധ്യമങ്ങൾ, പ്രത്യേകിച്ച് മലയാളത്തിലുള്ള ചില പത്രങ്ങൾ അത് മാത്രം 3-4 ഫോട്ടോസ് ഇതൊക്കെ പ്രസിദ്ധീകരിച്ചു, വാർത്തകൾ കൊടുത്തു. ഒരുപാട് അതിൻ്റെ കഴിഞ്ഞ 3-4 ദിവസം നമ്മളത് വായിച്ചതും കാണുകയും ചെയ്തു. TV ചാനലിൽ അത് കണ്ടു. അവിടെ ഏതെങ്കിലും ഈ രീതിയിലുള്ള സംഘടനാ ചർച്ച നടന്നോ? ഏതെങ്കിലും രീതിയിൽ അവരുടെ സമ്മേളനത്തിൽ എന്തെങ്കിലും പ്രമേയങ്ങൾ പ്രത്യേകമായി അവിടെ നേതാക്കന്മാർ പറയുന്നു, അത് കൈയടിക്കുന്നു, അത് അംഗീകരിക്കുന്നു, പോകുന്നു എന്നല്ലാതെ ഏതെങ്കിലും തെരഞ്ഞെടുപ്പ് അവിടെ നടന്നോ? കോൺഗ്രസ് പാർട്ടിയുടെ അധ്യക്ഷനെ തെരഞ്ഞെടുത്തോ? കോൺഗ്രസ് പാർട്ടിയുടെ ദേശീയ വർക്കിംഗ് കമ്മിറ്റിയെ തെരഞ്ഞെടുത്തോ? കോൺഗ്രസ് പാർട്ടിയുടെ ഏതെങ്കിലും ഒരു നേതൃത്വത്തെ ഇല്ല. കോൺഗ്രസ് പാർട്ടിയുടെ രീതി അതല്ല. കോൺഗ്രസ് പാർട്ടിയിൽ അതിന് ഏറ്റവും ഉയർന്ന ലീഡർഷിപ്പിലുള്ള 2-3 പേർ ചേർന്ന് അത് ഈ ഇപ്പോഴല്ല, മുൻകാലങ്ങളിൽ തൊട്ടങ്ങനെയാണ്. കോൺഗ്രസ് അതിന് പറയുന്ന ഒരു പേരാണ് ഹൈക്കമാൻഡ്. എന്തോ അങ്ങനെ ഹൈക്കമാൻഡ് അവർക്ക് 2-3 പേര് കൂടി ഒരു വലിയ രാജ്യത്ത് ഈ വിവിധങ്ങളായ സംസാരങ്ങളും ഭാഷകളും പല രീതിയിലൊക്കെ പ്രവർത്തനങ്ങളൊക്കെ ഉള്ള ഒരു പാർട്ടിയുടെ തീരുമാനം 2-3 പേര് ഇരുന്നിട്ടാണ് അവർ അപ്പോയിന്റ് ചെയ്യും. ഈ അങ്കമാലി പഞ്ചായത്ത് മുനിസിപ്പാലിറ്റിയിൽ ഇവിടുത്തെ വാർഡിൽ ഇവിടുത്തെ ബൂത്തിൽ കോൺഗ്രസിന്റെ പ്രസിഡന്റ് ആരായിരിക്കണം എന്ന് അവർ തീരുമാനിക്കും. ഇവിടെയുള്ള പ്രവർത്തകർക്കോ ഇവിടെയുള്ള പൊതു ആയ ജനങ്ങൾക്ക് ഇതുമായി ബന്ധപ്പെട്ട് അറിയണമെന്ന് താല്പര്യമുള്ളവർക്കോ പ്രത്യേകിച്ച് അറിയില്ല. അത് അവർ അപ്പോയിന്റ് ചെയ്യണം. അങ്ങനെയാണ് അവരുടെ DCC ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയെ തീരുമാനിക്കുന്നത്, അവരുടെ ബ്ലോക്ക് കമ്മിറ്റിയെ തീരുമാനിക്കുന്നത്. അങ്ങനെയാണ് KPCCയുടെ അധ്യക്ഷനെ ഇപ്പോൾ 6 മാസമായ അധ്യക്ഷൻ ഇങ്ങോട്ടാണോ വീഴുന്നത് അങ്ങോട്ടാണോ വീഴുന്നത് എപ്പോഴും ചാനലിൽ. ഇന്നലെ പെട്ടെന്ന് TV ചാനലുകളിൽ ബ്രേക്കിംഗ് ന്യൂസ് എന്ന് പറഞ്ഞ് പേടിപ്പിക്കുന്ന പോലെ വലിയ വാർത്തകൾ പെട്ടെന്ന് ഒരു 3 മണി 3:15 മണി നേരത്ത് KPCCയുടെ പ്രസിഡന്റ് സുധാകരനെ മാറ്റി. മണ്ഡലം അസിസ്റ്റന്റ് സെക്രട്ടറി MS ചന്ദ്രബോസ് അധ്യക്ഷനായിരുന്നു. മണ്ഡലം സെക്രട്ടറി M മുകേഷ്, ബാംബു കോർപ്പറേഷൻ ഡയറക്ടർ ബോർഡ് അംഗം ET പൗലോസ്, AITUC മണ്ഡലം സെക്രട്ടറി CK ബിജു, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം സീലിയ വിന്നി, AIYF സംസ്ഥാന കമ്മിറ്റി അംഗം രേഖ ശ്രീജേഷ്, OG കിഷോർ, അഡ്വക്കേറ്റ് ബൈജു രാജ്, അഡ്വക്കേറ്റ് PJ ഏലിയാസ് തുടങ്ങിയവർ പങ്കെടുത്തു. എല്ലാത്തരം അഴുക്കിനെയും തുടച്ചുമാറ്റി സുഗന്ധം പരത്താൻ ഇനി എന്നെന്നും ഓർമ്മ പെർഫ്യൂംഡ് ക്ലീനിംഗ് ലിക്വിഡ്. വീടെന്നും സ്വർഗമാക്കാൻ ഓർമ്മ പ്രോഡക്ട്സ്. ഇതെവിടുന്നാ? നമ്മുടെ MV ചാക്കോ ജ്വല്ലറിന്ന് 70 വർഷത്തെ പാരമ്പര്യല്ലേ? MV ചാക്കോ ജുവല്ലേഴ്സ് അങ്കമാലി. ഇനി കണ്ണു തുറക്കാം കാഴ്ചയുടെ പുതിയ ലോകത്തേക്ക്. ഇടിമണ്ണിക്കൽ എഡ്ജ് ഓപ്റ്റിക്കൽസ്, ഓപ്പോസിറ്റ് ലിറ്റിൽ ഫ്ലവർ ഹോസ്പിറ്റൽ, അങ്കമാലി.